ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് സുപ്രധാനമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ രാഷ്ട്രീയ രംഗത്ത് കടന്നുവരണമെന്നും പ്രധാനമന്ത്രി. ICA ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നാളെ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കും. ഏതു വിഷയവും സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ സന്നദ്ധമെന്ന് കേന്ദ്ര സർക്കാർ. ഝാർഖണ്ഡിൽ ഹേമന്ത് സൊറേന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണത്തിനായി തിരക്കിട്ട ചർച്ച. സന്തോഷ് ട്രോഫി ഫൈനൽ യോഗ്യത നേടി കേരളം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 116 പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ 162 ജന്മവാർഷികമായ ജനുവരി 12 ദേശീയ യുവജന ദിനം ഇത്തവണ വേറിട്ട രീതിയിൽ ആഘോഷിക്കും. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ മുതിർന്ന പൌരന്മാർക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് യുവാക്കൾ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുതിർന്ന പൌരന്മാർക്ക് സൈബർ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ശ്രീ മോദി ഓർമ്മിപ്പിച്ചു. इस तरह के अपराध के सबसे ज्यादा शिकार बुजुर्ग ही बनते हैं. ऐसे में हमारा दायित्व है कि हम उन्हें जागरूक बनाएं और साइबर फ्रॉड से बचने में मदद करें. हमें बार बार लोगों को समझाना होगा कि डिजिटल अरेस्ट नाम का सरकार में कोई भी प्रावधान नहीं है. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിലും വായനശാലകൾ സുപ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ യുവാക്കളോട് രാഷ്ട്രീയത്തിൽ ചേരാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി 1 ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ രംഗത്ത് എത്തിക്കാൻ പ്രത്യേക പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി. मैंने लाल किले की प्राचीर से ऐसे युवाओं से राजनीति में आने का आह्वान किया है जिनके परिवार का कोई भी व्यक्ति और पूरे परिवार का पॉलिटिकल बैकग्राउंड नहीं है. ऐसे 1 लाख युवाओं को, नए युवाओं को राजनीति से जोड़ने के लिए देश में कई तरह के विशेष अभियान चलेंगे. ICA ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. അന്താരാഷ്ട്ര സഹകരണ സഖ്യം ICAയുടെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഇത് ആദ്യമായാണ് ആഗോള സഹകരണ കോൺഫറൻസ് ഇന്ത്യയിൽ നടത്തുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ പ്രസ്ഥാന വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള സ്മാരക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. ഝാർഖണ്ഡിൽ INDI മുന്നണി സർക്കാർ ഈ മാസം 28 സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച ശേഷം മുന്നണി നേതാവ് ഹേമന്ത് സൊറേനാണ് ഇക്കാര്യം അറിയിച്ചത്. 56 നിയുക്ത MLA-മാരുടെ പിന്തുണാ കത്തും അദ്ദേഹം ഗവർണർക്ക് കൈമാറി. 81 അംഗ ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INDI മുന്നണി 56 സീറ്റ് നേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, NCP നേതാവ് അജിത് പവാർ എന്നിവരുടെ അധ്യക്ഷതയിൽ അതത് പാർട്ടികളുടെ യോഗം ചേർന്നു. ശിവസേനയും നിയമസഭാ കക്ഷിയോഗം സംഘടിപ്പിച്ചു. 28 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 230 സീറ്റ് നേടിയാണ് BJP, ശിവസേന, NCP എന്നിവർ ഉൾപ്പെട്ട മഹായുതി സഖ്യം ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. ന്യൂഡൽഹിയിൽ വൈകിട്ട് നടന്ന ഒഡീഷ പർബ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഒഡിയ സമാജാണ് 3 ദിവസത്തെ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ സമാപന ദിവസമായിരുന്നു ഇന്ന്. കേന്ദ്രമന്ത്രിമാരായ അശ്വനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ നേതൃസംഗമത്തിനായുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസിൽ പങ്കെടുത്ത് തുടർ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാം. യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനത്തിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നും ശ്രീ റിജിജു ആവശ്യപ്പെട്ടു. हम चाहते हैं कि विषय अच्छी तरह से लोकसभा राज्यसभा में चर्चा होनी चाहिए. सरकार तैयार है किसी भी विषय पर चर्चा करने के लिए. हम सिर्फ अनुरोध यही करते हैं कि सदन अच्छा से चले, हंगामा ना हो. कोई भी विषय पार्लियामेंट में रखता है तो शांति पूर्वक उस विषय को चर्चा होगा तो बहुत लाभ मिलेगा. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീ കിരൺ റിജിജു. സഭാ മര്യാദ ഉന്നത നിലവാരത്തോടെ പാലിക്കാൻ ലോക്സഭാ അംഗങ്ങളോട് സ്പീക്കർ ഓം ബിർള. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നാളെ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സ്പീക്കറുടെ പരാമർശം. ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദിതരാകാനും സൃഷ്ടിപരമായ ചർച്ചകളിൽ ഭാഗമാകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പെർത്തിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 2-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺ എന്ന നിലയിൽ. ഇന്ത്യ ഉയർത്തിയ 534 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസീസിന് ജയിക്കാൻ ഇനി 522 റൺ ആവശ്യമാണ്. കേരളം സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ടിന് യോഗ്യത നേടി. പുതുച്ചേരിയെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനൽ റൌണ്ട് യോഗ്യത ഉറപ്പാക്കിയത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. കൊച്ചിയിലാണ് മത്സരം. കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കർമ്മ പദ്ധതി ഉദ്ഘാടനവും അവാർഡ് വിതരണവും നാളെ രാവിലെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1 വർഷം നീണ്ട കർമ്മ പദ്ധതിക്കാണ് ബാങ്ക് തുടക്കം കുറിക്കുന്നത്. 3 ദിവസത്തെ ഇറ്റലി സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റോമിലെത്തി. G7 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഫിഗിയിലേക്ക് പോകും. റോമിൽ നടക്കുന്ന MED മെഡിറ്ററേനിയൻ ഡയലോഗിന്റെ 10ാം പതിപ്പിലും വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. റോമിലെ ഇന്ത്യൻ എംബസിയിൽ പുതിയ കെട്ടിടങ്ങളും ശ്രീ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ പരിപാടിയുടെ ഫലം പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ടീം ഗ്രീനിന്റെ ഗുല്ലു എന്ന ചിത്രം നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് പുഷ്പേന്ദ്ര കുമാറിന് ലഭിച്ചു. ലവ് ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിശാഖ നായികിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ ജമാ മസ്ജിദ് സർവേയെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. കോടതി നിർദ്ദേശപ്രകാരം സർവേ നടപടികൾ പൂർത്തീകരിച്ച് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ 3 സംഘങ്ങൾ ആക്രമണം നടത്തുകയായിരുന്നു. വനിതകൾ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയതെന്നും കുറച്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും കമ്മീഷണർ അറിയിച്ചു. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിന്റെ കൺവേർജൻസ് പരിപാടിയിൽ ഭാഗമായ കമ്പനികളുടെ എണ്ണം 1000 കടന്നു. ഉപഭോക്തൃ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ചു വരുന്ന പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ ഓൺലൈനായി കമ്പനികൾക്ക് കൈമാറും. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ നാളെ തുടക്കമിടും. അബ് കോയി ബഹാന നഹി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം, ഗ്രാമീണ വികസന മന്ത്രാലയം, UN വിമൺ എന്നിവയുടെ ആഭിമുഖ്യത്തിലാകും സംഘടിപ്പിക്കുക. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം നാളെ ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് പുറമെ മാഹി, ആന്ധ്രാപ്രദേശിന്റെ ദക്ഷിണ തീരദേശ മേഖല, യാനം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനിലെ കുംദുസ് പ്രവിശ്യയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടം. ആലിയാബാദ്, ഖാനാബാദ് പ്രവിശ്യകളിലുണ്ടായ ശക്തമായ മഴയാണ് മിന്നൽ പ്രളയത്തിന് കാരണം. നാശനഷ്ടം വിലയിരുത്തുന്നതിനായി സർവേ സംഘം ദുരന്ത മേഖല സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് സുപ്രധാനമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ രാഷ്ട്രീയ രംഗത്ത് കടന്നുവരണമെന്നും പ്രധാനമന്ത്രി. ICA ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നാളെ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കും. ഏതു വിഷയവും സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ സന്നദ്ധമെന്ന് കേന്ദ്ര സർക്കാർ. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണത്തിനായി തിരക്കിട്ട ചർച്ച. സന്തോഷ് ട്രോഫി ഫൈനൽ യോഗ്യത നേടി കേരളം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.